ചെറുവത്തൂരിലെ വിവാദമായ മദ്യവിൽപ്പനശാല അച്ചാന്തുരുത്തിയിലേക്ക് മാറ്റാൻ ശ്രമം. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാവിലെ ഇവിടെ അന്വേഷണത്തിന് വന്ന കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ നവംബർ 23-ന് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എക്സൈസ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അടച്ചുപൂട്ടുകയും ചെയ്ത കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാലയാണ് ഇപ്പോൾ അച്ചാന്തുരുത്തിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. അച്ചാന്തുരുത്തി പാരിച്ചാൻ ജംഗ്ഷനിലാണ് അധികൃതർ ഔട്ട്ലെറ്റിനായി കെട്ടിടം കണ്ടുവച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും അന്വേഷിക്കാനുമായി ചൊവ്വാഴ്ച രാവിലെ എത്തിയ കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയുമാണ് നാട്ടുകാർ സംഘടിച്ച് തടഞ്ഞത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TV ശ്രീജിത്ത്, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് NK കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർക്ക് ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നു. കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരായ KV വേണുഗോപാൽ, ബാബുരാജ്, എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒരു കാരണവശാലും അച്ചാന്തുരുത്തിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും നാട്ടുകാർ അധികൃതർക്ക് നൽകി. ഇവിടെ ഇത്രയും അടുത്തടുത്ത്, കാരണം ഓരോ 5 മീറ്ററിനകത്തും വീടുകൾ നിൽക്കുകയും അതിൽ തന്നെ നിരവധി വിദ്യാർത്ഥികളും മറ്റുള്ള ആളുകളും താമസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു മദ്യശാല തുടങ്ങുക എന്നത് ഈ നാട്ടിനെ അവഹേളിക്കുന്നതിന് തുല്യം, അല്ലെങ്കിൽ നാട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു നീക്കമാണ്. ഈ നീക്കം ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങൾ പൊറുക്കില്ല, ജനങ്ങൾ അനുവദിക്കില്ല. അതിൻ്റെ ഭാഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് മദ്യശാല തുടങ്ങുന്നതിനുള്ള സ്ഥലം എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ അച്ചാന്തുരുത്തിയിലെ PV ജയേന്ദ്രൻ്റെ ബിൽഡിങ്ങിലേക്ക് ഒരു ഉദ്യോഗസ്ഥർ എത്തുകയുണ്ടായി. അതിനെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളും, ഈ നാട്ടിനോട് സ്നേഹമുള്ള മുഴുവൻ ആളുകളും ചേർന്ന് അത് തടസ്സപ്പെടുത്തി അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് എന്ത് വില കൊടുത്തും ഈ നാട്ടുകാരായ ഞങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ ബീവറേജ് ഔട്ട്ലെറ്റ് അച്ചാന്തുരുത്തിയിൽ തുടങ്ങാനുള്ള ഉദ്ദേശം ഒരു കാരണവശാലും നടക്കില്ല. കാരണം ഇത് ചെറുവത്തൂരിൽ നിന്നും നടത്താതെ ഒരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ അടക്കുകയും അതിൻ്റെ ഭാഗമായി ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് മേഖലയിലേക്ക് ഇത്തരം ഔട്ട്ലെറ്റുകൾ കൊണ്ടുവരാനുള്ള നീക്കം എല്ലാവരും തടഞ്ഞിരിക്കുകയാണ്. യാതൊരു കാരണവശാലും നമ്മൾ ഈ 1-ാം വാർഡിലും അത് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് എന്ത് വില കൊടുത്തും അതിനെ തടയിടും. വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ച ചെറുവത്തൂരിലെ മദ്യവിൽപ്പനശാല കഴിഞ്ഞ 4 മാസക്കാലമായി അടഞ്ഞുകിടക്കുകയാണ്. നേരത്തെ ഇതിനകത്തെ മദ്യത്തിന്റെ സ്റ്റോക്ക് നീക്കാനുള്ള അധികൃതരുടെ ശ്രമവും CITU ചുമട്ടുതൊഴിലാളികൾ തടഞ്ഞിരുന്നു. മാത്രമല്ല, ഇതേ ഔട്ട്ലെറ്റിനു മുന്നിൽ തൊഴിലാളികൾ രാപ്പകൽ സമരവും ആരംഭിച്ചിരുന്നു. ഒടുവിൽ CPIM കാസർഗോഡ് ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് സമരം അവസാനിപ്പിച്ചത്. ഔട്ട്ലെറ്റ് ചെറുവത്തൂരിൽ തന്നെ നിലനിർത്തുമെന്ന ഉറപ്പിന്മേലായിരുന്നു തൊഴിലാളികളുടെ പിന്മാറ്റം. ഇതിനിടയിൽ മദ്യശാല അച്ചാന്തുരുത്തിയിലേക്ക് മാറ്റി പ്രശ്നമൊതുക്കാനുള്ള നീക്കവും പാളിയതോടെ ഇനി എങ്ങനെയായിരിക്കും പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.